ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിൽ ISL വലിയ പ്രതിസന്ധിയായിരുന്നു അനുഭവിച്ചിരുന്നത്. ഒടുവിൽ ഒരു തട്ടിക്കൂട്ട് ISL ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിച്ചു. പക്ഷേ അടുത്ത ISLന്റെ കാര്യത്തിലും ഇപ്പോഴും ഒരു വ്യക്തതകൾ ഇല്ല. ഒരു കൊമേഴ്ഷ്യൽ പാർട്ണറെ കണ്ടെത്താൻ ഇതുവരെ ഫെഡറേഷന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ISLൽ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ലബ്ബുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പങ്കെടുപ്പിച്ചത് എന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇത്തവണ ആ അഡ്ജസ്റ്റ്മെന്റുകൾക്കൊന്നും ക്ലബ്ബുകൾ തയ്യാറല്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ ക്ലബ്ബുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്തവണത്തെ ISLുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ ഉണ്ടാവില്ല എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു ക്ലബ്ബുകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നൽകിയിരുന്നത്. ഇതിനിടെ കല്യാൺ ചൗബെ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പഴയ ISL അഥവാ ഫുൾ ഫ്ലെഡ്ജ്ഡ് ISL അഥവാ പൂർണ്ണ രൂപത്തിലുള്ള ISL നിങ്ങൾക്ക് അടുത്ത സീസണിൽ കാണാൻ കഴിയും എന്നാണ് കല്യാൺ ചൗബെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തവണത്തെ ISL കേവലം ഓരോ ടീമുകൾക്കും 13 മത്സരങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അടുത്ത സീസണിൽ പഴയ രൂപത്തിലുള്ള ആ ഒരു ISL നമുക്ക് കാണാൻ കഴിയും എന്ന ഒരു ഉറപ്പാണ് ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചൗബെ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും അടുത്ത സീസണിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് അഥവാ പൂർണ്ണ രൂപത്തിലുള്ള ISL നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ ഫുട്ബോൾ നിർത്തിവെക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ഫുട്ബോൾ ശരിയായ ദിശയിൽ തന്നെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് പുരോഗതികൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചൗബെ പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണ രൂപത്തിലുള്ള ISL അടുത്ത സീസണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ക്ലബ്ബുകൾ അതിന് വഴങ്ങുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ജീനിയസ് സ്പോർട്സിന്റെ ബിഡ് സമർപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ക്ലബ്ബുകൾ ISL ബഹിഷ്കരിക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. ക്ലബ്ബുകൾ മുന്നോട്ട് വെച്ച ഒരു മോഡലുണ്ട്, അത് അംഗീകരിക്കാൻ ഇതുവരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോ പ്രസിഡന്റായ കല്യാൺ ചൗബെയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.